ഇന്നലെ രാത്രി ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഒരാൾ വീണിട്ടുണ്ട്. നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം കമ്പികളാണ്. മഴ തോരും വരെ പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ ആരും ചാല കമ്പോളത്തിൽ വരേണ്ട. ഇതുപോലെ വാരിക്കുഴിയിൽ വീണേക്കാം. രാത്രി മുഴുവൻ ആർത്തലച്ചു പെയ്ത മഴയിൽ ചാലയിലെ കൊത്തുവാൾ സ്ട്രീറ്റ് ഉൾപ്പെടെ പല റോഡുകളും വെള്ളക്കെട്ടിലായി. മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. നമ്മളിവിടുത്തെ കച്ചവടക്കാരനാണ്. ആ വണ്ടി അകത്ത് കയറാൻ വഴിയില്ല. അതുകൊണ്ട് കൊടുക്കണവർക്ക് സമയത്തിന് സാധനം എത്തിച്ചേ പറ്റൂ. ഇപ്പോൾ ചെമ്മന്ന് കയറ്റയാണ്. ആട്ടോക്കാരനെ വിളിച്ചിട്ട് വരൂല. അവൻ്റെ വണ്ടി വെള്ളം കയറും. ആ വെള്ളം കയറി 5000, 6000, 10 രൂപ അതിന് ചിലവാകും. അതുകൊണ്ട് അവൻ വരൂല. നമ്മൾ ചെമ്മന്ന് കയറ്റയാണ്. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ നെതർലൻഡ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന റൂം ഫോർ റിവർ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആണ് ഇവിടുത്തെ കാഴ്ച. കാരണം എല്ലാ കടകളിലും റിവർ എത്തിയ ഒരു സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആളുകൾക്ക് സുരക്ഷിതമായി നടക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഇവിടെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാതെ ഇങ്ങനെ നടക്കാം. പക്ഷേ അവിടെ നടക്കുമ്പോഴും സൂക്ഷിക്കണം. വലിയ കമ്പിയുണ്ട്, വലിയ കുഴിയൊക്കെ ഉണ്ട്. വെള്ളക്കെട്ടിനെ തുടർന്ന് ആളുകളുടെ വരവ് നിലച്ചതോടെ കച്ചവടവും മുടങ്ങി. ഇത് കണ്ടില്ല ചേട്ടാ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ. മഴവെള്ളം വന്നതാ കച്ചവടക്കാരിരിക്കണല്ലേ ഇതേ കണക്ക് എല്ലാവരുടെയും നോക്കും. ഇവിടെ ഒരു 5-6 കടകൾ പൂട്ടിയതോ, അതൊക്കെ തുറന്ന് ഇരിക്കുന്ന കടകളാണ്. എല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ട്. കച്ചവടം ഒന്നും ഒട്ടുമില്ല. മഴ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കം. ഇവിടെ പുതിയ മറ്റേ സ്മാർട്ട് സിറ്റിയുടെ കണക്കാക്കി വെച്ച റോഡ് ഫ്രണ്ടിൽ അടച്ചിട്ടേക്കുന്നുണ്ട്. വെള്ളം പോകുന്നില്ല. ചാലയിൽ മാത്രമല്ല, മുട്ടത്തറ, ആര്യൻകുഴി, വള്ളക്കടവ് ഭാഗങ്ങളിലും വെള്ളം കയറി. ഇത് ചാക്ക, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത. ആ വരുന്ന വാഹനങ്ങളൊക്കെ സ്പീഡ് ബോട്ട് വരുന്നത് പോലെയും വള്ളം വരുന്നത് പോലെയും ഒക്കെയാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു വരുന്നത്. ഈ വാഹനഗതാഗതത്തിലെ പ്രതിസന്ധി മാത്രമല്ല, തൊട്ടപ്പുറത്തേക്ക് മാറിയാൽ നിരവധി വീടുകളും മറ്റുമൊക്കെയുണ്ട്. ഒരു ചെറിയ മഴ പെയ്താൽ ആ വീടുകളിലേക്കെല്ലാം വെള്ളം ഇരച്ചെത്തുന്ന അവസ്ഥയാണ്. കഴക്കൂട്ടത്തും വിഴിഞ്ഞത്തും മരങ്ങൾ കടപുഴകി വീണു. ശക്തമായ കാറ്റിൽ വിഴിഞ്ഞം മംഗലത്ത് കോണത്ത് ആൽമരം വീണ് 3 വീടുകൾക്ക് കേടുപാടുണ്ടായി. വെങ്ങാനൂർ ഉച്ചക്കട റോഡിൽ മരം കടപുഴകി. ദുരിതപ്പെയ്ത്തിനിടയിലും ചില ന്യായീകരണങ്ങളും കേട്ടു. ഒരു കുഴപ്പമില്ല, അത് റോഡ് ഓടയാണത്. വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. അത് മഴ തോരുമ്പോൾ അത് മാറും, ഓട കെട്ടും. പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? പരിഹരിക്കേണ്ടവരത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തുകൊണ്ട് മാത്രമാണ്. ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്. ഇവിടുത്തെ സ്ഥിതി ഇപ്പം മഴ പെയ്തുകൊണ്ടാണ്. പണിയിടക്കല്ലേ. ആ പണി എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ്. ആ പണി ഇങ്ങനെ ഈ മാസം 31-ാം തീയതി പണി തീർത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ നഗരസഭാ സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. മാതൃഭൂമി മുഖപ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.